ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്തൊന്ന് ഫോളോ ചെയ്യണേ. നമ്മൾ ഇന്നൊരു ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ബേസ് കോട്ട് അടിക്കണം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ഇനാമൽ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു വൈറ്റ് അല്ല വേണ്ടത്, ഒരു ഐവറി കളറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു ഐവറി കളർ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് നോക്കുകയാണ്. ഇനാമൽ പെയിൻറ്റിൻ്റെ ഈ ഒരു ടിന്നിന് 83 റുപ്പീസാണ് കേട്ടോ റേറ്റ്. അപ്പം നമ്മൾ ഇനാമൽ പെയിൻറ്റ് മാത്രം വെച്ചിട്ടല്ല മിക്സ് ചെയ്യുന്നത്, ഞാൻ ആക്രിലിക് പെയിൻറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അത് ഈ ഒരു ഇനാമൽ പെയിൻറ്റ് ഞാനിങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട് വൈറ്റ്. എന്നിട്ട് അതിലേക്ക് ഒരു ഐവറി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് ബ്രൗൺ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബ്രൗൺ ഇങ്ങനെ ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ മുമ്പ് ഒരു ബോട്ടിലിൽ 2 ഇനാമൽ പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു ആഷ് കളറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ആക്രിലിക് പെയിൻറ്റ് എപ്പോഴും നമ്മൾ മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ എനിക്ക് ഡൗട്ടായിരുന്നു ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ അതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു കളർ കിട്ടും ചെയ്യുമല്ലോ. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ആ ഒരു ബ്രൗൺ കളറൊക്കെ ഇങ്ങനെ ലൈൻസ് പോലെ കാണുമ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ബ്രൗൺ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി മിക്സ് ആവാനില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ പിന്നെ ആഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഡാർക്ക് കളറായിപ്പോവും കൂടുതൽ. അപ്പോൾ അതങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരിട്ട് തന്നെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഒരു ബോട്ടിലേക്ക് അടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇനാമൽ പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കോട്ട് അടിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഡ്രൈ ആവാനാണ് ഒരുപാട് ടൈം എടുക്കുക, ഒരു 6 മണിക്കൂറൊക്കെ എടുക്കും. അപ്പം നമ്മളൊന്ന് വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം ചെയ്തു വെച്ചാലും മതി. അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് റെഡി ആയിക്കോളും. അപ്പം നമ്മളെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത ബോട്ടിലല്ല കേട്ടോ, ഞാൻ നേരത്തെ ഒന്നിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് കാണിച്ചതാണ്. കാരണം അത് ഡ്രൈ ആവാൻ ഒരുപാട് ടൈം എടുക്കുമല്ലോ. അതാണ് ഇതിന് ചെറിയൊരു ഷെയ്ഡിൻ്റെ ഒരു മാറ്റം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത സമയത്തൊന്നും ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ളതാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് ആണ്. ഇനി അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ കേർവ്ഡ് ആയിട്ട് ഇങ്ങനെ കുറച്ച് ലൈൻസൊക്കെ വരച്ചു കൊടുക്കുകയാണ്. അപ്പം മേലേന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ കുറച്ച് ലൈന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ലൈൻ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കുന്നില്ല. നമ്മൾ ഈ തെളിയാത്ത പെന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ടല്ലേ ഇവർ തെളിയാത്ത ഭാഗത്ത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഡോട്ട് ഇട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ലൈന് വരയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഞാൻ കുറച്ചൊരു റൗണ്ട് ഷേപ്പ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. കറക്റ്റ് റൗണ്ട് അല്ല, അങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള കുറച്ചിങ്ങനെ ആ ഒരു ഷേപ്സൊക്കെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ഡിസൈനൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കുറച്ചിങ്ങനെ കളർ ചെയ്തിട്ടൊന്നിങ്ങനെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലിങ്ങനെ ഓരോരോ കളേഴ്സായിട്ടൊന്നിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഏത് കളറാണോ എന്ന് വെച്ചാൽ അതൊന്നിങ്ങനെ അടിച്ചു കൊടുക്കുക. കുറച്ച് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് നോക്കി അടിക്കുക കേട്ടോ. ഈ ഒരു ഡിസൈൻ കോഫിയുടെ കപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു കപ്പിൽ ഇങ്ങനെ കണ്ടിട്ടുള്ളൊരു ഡിസൈൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഭയങ്കര സിമ്പിളാണ്, പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണല്ലോ. നമ്മളിങ്ങനെ ഒരു ഡിസൈനൊന്നും പൊതുവേ അങ്ങനെ കാണാറില്ല. നമ്മൾ ഫ്ലവേഴ്സും ലൈൻസൊക്കെയാണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ബോട്ടിലിൻ്റെ ഒരു ബാക്ക് സൈഡിൽ ഈ ഒരു ഡിസൈനല്ല, നമ്മൾ വേറൊരു ഡിസൈനാണ് ചെയ്യണത്. നമ്മൾ നേരത്തെ വരച്ച പോലുള്ള ആ ഒരു ലൈൻ തന്നെയാണ് വരയ്ക്കുന്നത്. പക്ഷേ ഇവിടെ കുറച്ചിങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് 2-3 ലൈന് മാത്രം വരയ്ക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു ഇറഗുലർ ആയിട്ടുള്ള അങ്ങനെ കുറച്ച് ഷേപ്സ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷേപ്പായിട്ടുള്ള ഒരു ഡിസൈനൊന്നുമല്ല, ഇങ്ങനെ കുറച്ചൊരു ഓവൽ ഷേപ്പും അതുപോലെ റൗണ്ട് ഷേപ്പൊക്കെ തന്നെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു 2 ലൈന് തമ്മിലിങ്ങനെ ജോയിൻ്റ് ആവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ഒരുപാട് ഡിസൈനൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഒരു 3-4 ഡിസൈന് മാത്രം ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മളിങ്ങനെ ഒന്ന് കളർ അടിച്ചു കൊടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കളർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ ഇങ്ങനെ ഞാൻ റൈറ്റ് സൈഡിൽ ഒരു പിങ്ക് കളറ്, പിന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ റെഡ് കളർ, പിന്നെ നടുക്ക് ഇങ്ങനെ രണ്ടും കൂടെ ജോയിൻ്റ് ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ആയിരുന്നു പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു റെഡും പിങ്കും ഏകദേശം ഒരേ ഒരു കളർ തന്നെയാണല്ലോ, ഡാർക്ക് പിങ്ക് ആണല്ലോ. അപ്പോൾ അത് അത്ര വലിയൊരു ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തതിൽ അതൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ റെഡ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു നടുക്ക് ഇങ്ങനെ ഒരു റെഡ് തന്നെ അടിച്ചു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഓറഞ്ച് കളറാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഒരു റൈറ്റ് സൈഡിൽ യെല്ലോ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നടുക്ക് അതുപോലെ ആ ഒരു റെഡിൻ്റെ മേലെ കുറച്ച് ആ യെല്ലോ കൂടെ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഓറഞ്ച് കളറായിട്ട് വരും, റെഡ് എല്ലാം കൂടെ മിക്സ് ആയിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം റൈറ്റ് സൈഡിൽ യെല്ലോ കളറ്, ലെഫ്റ്റ് സൈഡിൽ റെഡ്, നടുക്കിൽ ഇങ്ങനെ ഒരു ഓറഞ്ച്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ഡിസൈനും ഒന്ന് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി ഇതിലുള്ള ഒരു ചെറിയ ഡിസൈനൊക്കെ നമ്മളിങ്ങനെ ഓരോരോ കളേഴ്സായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡ് അടിച്ചിട്ടുണ്ട്, ഗ്രീന്, യെല്ലോ, ബ്രൗണൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ആ ഒരു വലിയൊരു ഡിസൈൻ ഇങ്ങനെ ആ ഒരു ബ്ലൂവും അതുപോലെ ലൈറ്റ് ബ്ലൂവും വെച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡാക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു റൈറ്റ് സൈഡിൽ ഞാനിങ്ങനെ ആ ഒരു ഡാർക്ക് ബ്ലൂ, പിന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വൈറ്റ് ആഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മേലെ ഈ ഒരു ബ്ലൂവും കൂടെ വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ആവുമല്ലോ, അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 2 ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ബോട്ടിലെ 2 സൈഡിലും 2 ഡിസൈനായിട്ട് ചെയ്തിട്ട് ഒരു 2 ടൈപ്പ് ബോട്ടിലായിട്ട് തന്നെ നമ്മൾ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബോട്ടിൽ എങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ വൈറ്റിൽ ബ്രൗൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഐവറി കളറാക്കിയിട്ട് നമ്മളൊന്നിങ്ങനെ ബേസ് കോട്ട് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ആ ഒരു ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലിങ്ങനെ കുഞ്ഞു ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ സ്കെയിലൊന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ ആ ഒരു പെയിൻറ്റിങ് ബ്രഷ് മാത്രം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരേ ഡയറക്ഷനിലല്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ മുഴുവനായിട്ട് ഇങ്ങനെ ഈ ഒരു ഡിസൈൻ എന്നിങ്ങനെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു പകുതി ഭാഗത്തൊരു ഡിസൈനും ബാക്ക് സൈഡിൽ വേറൊരു ഡിസൈൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അതിൻ്റെ ഒരു ബാക്ക് സൈഡിലും ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഫുള്ളായിട്ട് വരച്ചെടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ലൊരു ഐവറി കളറും അതുപോലെ ഒരു ബ്ലാക്കും കൂടെ വന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഭംഗി തന്നെ ഉണ്ട്. ഇനി നമ്മൾ അതുപോലെ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ സർക്കിൾ ഷേപ്പാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഒരേ സൈസിലല്ല കേട്ടോ, നമ്മൾ ചെറുതും വലുതും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നിങ്ങനെ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ടൊന്നും ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ സർക്കിൾ ഷേപ്പിനും അതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിനൊക്കെ പകരം വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ അതുപോലെ ട്രയാങ്കിളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സൊക്കെ വേണമെങ്കിൽ വരച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്രഷ് കൊണ്ട് വരച്ചു കൊടുത്തുകൊണ്ട് ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും വലിയൊരു കുഴപ്പമില്ല കേട്ടോ. സർക്കിളൊക്കെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ബോട്ടിലിൽ ഒരു സൈഡ് മുഴുവനായിട്ടും റെക്റ്റാങ്കിൾ ഷേപ്പും പിന്നെ ആ ഒരു മറ്റേ സൈഡിൽ നമ്മൾ സർക്കിൾ ഷേപ്പും അങ്ങനെ വരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പിങ്ക് ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ ഒന്ന് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഷേപ്പിലും കളർ ചെയ്യുന്നില്ല കേട്ടോ, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സെയിം പെയിൻറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് ബോട്ടിലിൻ്റെ ഒരു ബാക്ക് സൈഡിലുള്ള നമ്മൾ ആ ഒരു സർക്കിൾ ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ റെക്റ്റാങ്കിളിലും സർക്കിളിനൊക്കെ വേണമെങ്കിൽ പിങ്ക് കളർ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, കുറച്ചിങ്ങനെ പിങ്ക് കുറച്ച് വേറെ കളേഴ്സ് അങ്ങനെയാണ് കൊടുക്കുന്നത്. പിങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്, പിന്നെ ഗ്രീന് കൊടുക്കുന്നുണ്ട്, പേർപ്പിൾ കളർ, ബ്രൗണൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം കളേഴ്സൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കളേഴ്സാണോ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. കളേഴ്സ് തമ്മിൽ നല്ലൊരു മാച്ചിങ് ആയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്കും വൈറ്റും മാത്രം വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ബോട്ടിൻ്റെ 2 സൈഡിലും പല കളേഴ്സൊക്കെ കൊടുത്ത് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഔട്ട്ലൈൻ്റെ മേലും കൂടെ ഇങ്ങനെ കളറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം അതൊന്നും ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കളറൊക്കെ അടിച്ച് ഒന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം നമ്മൾ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ഔട്ട്ലൈൻ ഒന്നും കൂടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ 1-2 സ്ഥലത്തൊക്കെ ഇങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു കളർഫുൾ തന്നെ ആയിട്ടുണ്ട്. ആ ഒരു ഐവറി കളറിൽ നല്ലൊരു കളർഫുള്ളൊക്കെ വന്ന സമയത്ത് നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐവറി കളർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളർ ബേസ് കോട്ട് അടിച്ചിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഒരു ഡിസൈനും കളറൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ കളേഴ്സാണോ അവൈലബിൾ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ ഒരു ബോട്ടിൽ ഞാൻ അങ്ങനെ ഒരു കപ്പിൽ കണ്ടിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിൽ ആ ഒരു വലിയ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഒരു ചെറിയ ഡിസൈനേക്കാളും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അതിൽ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ ആ ഒരു സർക്കിളും റെക്റ്റാങ്കിൾ ഷേപ്പൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു ടൈപ്പ് ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കളർഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 4 ടൈപ്പ് ബോട്ടിലായിട്ട് നമ്മൾ 2 ബോട്ടിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓരോന്നും ഓരോ ബോട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കളേഴ്സും ആവും, പിന്നെ ബോട്ടിലാണെങ്കിൽ നമുക്ക് 2 കൂടെ എക്സ്ട്രാ വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് 2 സൈഡിലായിട്ടൊന്ന് ഇങ്ങനെ പരീക്ഷിച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള ഈ 4 ബോട്ടിലാട്ടിൽ ഏത് ബോട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്നൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. ഒരുപാട് പേര് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ മുതൽ കുറേശ്ശായിട്ട് ഉൾപ്പെടുത്താം കേട്ടോ. ഇനി കുറച്ച് പേരുടെ ഹായ് പറയാനുള്ളതുണ്ട്. ഫിദ, വൈഗ ആർ നായർ, മിയ റോസ്, ഷസ, ലയ ജോസഫ്, താനി,
നാബു, ദിയ തെരേസ, ഫിദ ഫാത്തിമ, ശ്രിയാദിത്ത, സോഹ ഫാത്തിമ, അപർണ, മുബീന ഹനീഫ, അഫ്സന, ഫാത്തിമ നജ, മിൻഹ ഫാത്തിമ, ദേവിക, ഹന്ന. എല്ലാവർക്കും ഒരു ബിഗ് ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.